And the Youth Icon Award goes to Priya Matthew. എൻ്റെ പേര് പ്രിയ. ഇതാണ് എൻ്റെ വീട്. ഇതെൻ്റെ അമ്മയുടെ സഹോദരൻ. എന്നെ നോക്കി ആദ്യമായി മുഖം ചുളിക്കിയത് പുള്ളിക്കാരനായിരുന്നു. കൊച്ചിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ മകൾക്കൊരു പ്രശ്നമില്ല. നിങ്ങളെല്ലാം കൂടി അവളെ ജീവിക്കാൻ അനുവദിച്ചാണ്. അവൾ ജീവിച്ചു. ജനിച്ചപ്പോൾ തന്നെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞിട്ടും എന്നെ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്നെ അവർ നന്നായിട്ട് വളർത്തി. ഞാനങ്ങനെ ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ്. എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അന്ന് ഞാൻ. പക്ഷെ കൂട്ടുകാരിയെ കിട്ടിയെങ്കിലും അത്രയും പെട്ടെന്ന് തന്നെ എനിക്കിത് നഷ്ടപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവരെന്തിനാ എന്നോട് അങ്ങനെ കാണിച്ചത്? കളിക്കാനൊന്നും പോയില്ലേ? അവള് വന്ന നേരം തൊട്ടുള്ള ഇരിപ്പാ. ഇതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ല. എന്തു പറ്റി? ഞാൻ ഇനി തൊട്ട് സ്കൂളിൽ പോണില്ല. അതെന്താണാവോ? എന്റെ കൂട്ടുകാരി ഏഞ്ചൽക്ക് ഞാൻ മിഠായി കൊടുത്തപ്പോ അവൾ അത് മേടിച്ചില്ല. അതാണോ പ്രിയക്കുട്ടിയുടെ പ്രശ്നം? പിന്നെ ഏഞ്ചലിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു എന്നോട് മിണ്ടണ്ട. അതെന്താന്നറിയോ? അവർക്ക് മോളോട് അസൂയാണ്. അതുകൊണ്ട് പറഞ്ഞതാ. വാവ നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് ഡാൻസ് കളിക്കും, നല്ല സുന്ദരിയാണ്. വാവ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട. വാവ വാവയുടെ കാര്യം നോക്ക്. മോളെ വേണ്ടാത്തവർക്ക് മോൾക്കും വേണ്ട. ഡീൽ? ആ ഒരു പ്രായത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. പക്ഷേ എനിക്കെൻ്റെ അണ്ണൻ ധൈര്യം തന്നു. പിന്നെ അങ്ങോട്ട് വന്നിട്ടുള്ള ഒരു നെഗറ്റീവ് സിറ്റുവേഷനും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും എന്നെ വിറപ്പിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത്. അന്നാണ് എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് എനിക്കെന്തോ ഒരു കുറവുണ്ടെന്ന്. അമ്മേ, ചോർ. ഓ, മറന്നു. ദാ വരുന്നു. അമ്മേ, ഇങ്ങോട്ട് നോക്ക്. എന്റെ NSSന്റെ സർട്ടിഫിക്കറ്റ്. ആഹാ, ശരിക്കും ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഏതായാലും ചോറെടുത്ത് കഴിക്കും. എന്നെ പോലെ ഒരാൾക്ക് NSS സർട്ടിഫിക്കറ്റ് കിട്ടാന്ന് വെച്ചാൽ അത് ചെറുതല്ലല്ലോ. ഹലോ പറയടി. എടിയേ, ഞാൻ ടൗണിലോട്ട് പോയപ്പോ ഷാജിയുടെ വീടിന്റെ മുന്നിൽ ആളും വന്നു. എന്നാന്ന് ചോദിച്ചപ്പോ അറിഞ്ഞത് ഷാജിയുടെ മോളുടെ കല്യാണമാണ്. നിങ്ങളെ വിളിച്ചായിരുന്നോ? ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എൻ്റെ കുടുംബത്തിലെ കാര്യം പിന്നെ എന്നോട് പറയുന്നു. ഞങ്ങളെ വിളിച്ചിട്ടായിരുന്നു. നിന്നെ വിളിക്കാത്ത നമ്മുടെ പ്രിയമോളുടെ അവസ്ഥ എന്നാ പറഞ്ഞത്. ഞാനപ്പോൾ സ്റ്റക്കായി. ഞാൻ കാരണം എൻ്റെ കുടുംബത്തെ വരെ അകറ്റി നിർത്തിയെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്തിനാ ഞങ്ങളെ വിളിക്കാത്തതെന്ന്. അതിന് മാത്രം എനിക്കെന്താ പ്രശ്നം? എനിക്കെന്താ കുറവ്? ഞാൻ കാരണം എന്താ ഞങ്ങളെ വിളിക്കാതെ ഇരിക്കുന്നതെന്ന് അന്ന് ഞാൻ ഉറപ്പിച്ചൊരു കാര്യമുണ്ട്. എന്നെപ്പോലെ ഉള്ളവർക്കും ജീവിതത്തിൽ സക്സസ് ആവാനും പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനും പറ്റും എന്നെനിക്ക് തെളിയിക്കണം. എനിക്കെന്തെങ്കിലും കുറവുണ്ടോ? എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ആൾക്കാരായിട്ട് ഉണ്ടാക്കുന്നതാണോ? എനിക്കെന്താ? എന്നെ എൻ്റെ കുടുംബത്തിനെയും
എന്തിനാ അവഗണിക്കുന്നത്? ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? ഞങ്ങൾക്കും ജീവിക്കണം. നിന്നെ വിളിക്കാത്ത നമ്മുടെ പ്രിയങ്ങളുടെ അവസ്ഥ കൊച്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു എന്നോട് മിണ്ടണ്ട. And the Young Talent Award goes to Priya Matthew. ഇനി എന്തെങ്കിലും കുറവുണ്ടെന്ന് വിചാരിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. എൻ്റെ ജീവിതമാണ് എൻ്റെ മറുപടി. ഞങ്ങളെപ്പോലുള്ളവർക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയും.